സാർ നമസ്കാരം. നമസ്കാരം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മരുമകനും പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവായ മുൻ മന്ത്രി മുഹമ്മദ് റിയാസാണ്. നേരത്തെ ഈ കേസുമായി നേരിട്ട് ബന്ധപ്പെടുത്തത്തക്ക രീതിയിൽ മുഹമ്മദ് റിയാസുമായി യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണയിൽ നിന്നും ഇത് പിണറായി വിജയനിലേക്ക് നേരെ എത്തും എന്നുള്ള രീതിയിലാണ് കേസുകൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ വിജയൻ നടത്തിയിരിക്കുന്ന ക്രമക്കേടുകളിലൂടെ നേടിയിരിക്കുന്ന സാമ്പത്തികം ക്രയവിക്രയം ചെയ്തിരിക്കുന്നത്, വിനിമയം ചെയ്തിരിക്കുന്നത് മുഹമ്മദ് റിയാസും മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു വൻ ലോബിയാണ് എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇഡിക്ക് കിട്ടിയിരിക്കുന്നു വീണയുടെ ഒരു കണക്ക് പുസ്തകത്തിൽ നിന്നും. CMRL കർത്തയുടെ ഒരു കണക്ക് പുസ്തകത്തിലാണ് 168 കോടി രൂപയുടെ ഒരു കണക്ക് അതിൽ വന്നിരുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡാണ് ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അവിടെയാണ് വീണ വിജയൻ 2,87,00,000 രൂപ വാങ്ങിയെന്നുള്ള കണക്കും വന്നിരുന്നത്. അപ്പോൾ കർത്തയുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിച്ചു, കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു എന്നതുപോലെ ഇപ്പോൾ വീണ വിജയൻ്റെ ചുവന്ന ഡയറിയിലെ ചുവന്ന കൈയക്ഷരങ്ങൾ എന്ന് കുറച്ച് അലങ്കാരികമായി പറഞ്ഞത് അപകടകരമായ കൈയക്ഷരം. ആ കയ്യക്ഷരത്തിൽ അടങ്ങിയ ചില കണക്കുകൾ മുഹമ്മദ് റിയാസിനെയും മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളെയും അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിരിക്കുന്നു. ED ഇവരുടെ വീടുകളും സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്തിരിക്കുന്നു. മുഹമ്മദ് റിയാസ് മന്ത്രിയായി വന്നതിന് ശേഷം ഈ പറഞ്ഞ സുഹൃത്തുക്കൾ നേടിയ സാമ്പത്തിക വളർച്ച, വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾക്കുണ്ടായ സാമ്പത്തിക വളർച്ച, ഇത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ ഈ മുഹമ്മദ് റിയാസ് വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ കേസിന് രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും എന്ന് പറയുകയല്ലാതെ മുഹമ്മദ് റിയാസിന് മറ്റൊരു തരത്തിലും പൊതുസമൂഹത്തിൽ വന്ന് പ്രതികരിച്ച് പൊതുസമൂഹത്തിന് കൂടി വിശ്വാസയോഗ്യമായ രീതിയിൽ ഒരു മറുപടി പറയാൻ സാധിക്കാതെ മരവിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. രാഷ്ട്രീയമായി പ്രതിരോധിക്കും എന്ന് പറയുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധവും CPMൻ്റെ നേതാക്കന്മാരിൽ നിന്നോ മുഹമ്മദ് റിയാസിൽ നിന്നോ ഉണ്ടാകുന്നില്ല. ഇവിടെ എന്തായിരിക്കും മുഹമ്മദ് റിയാസിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? റിയാസിൻ്റെ രാഷ്ട്രീയ ഭാവി ഓൾറെഡി ഇറ്റ് ഈസ് സീൽഡ്. ആ ഫേറ്റ് ഈസ് സീൽഡ്. കാരണം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നൊരു കാര്യം, ഇതുവരെ ഏറ്റവും സമർത്ഥമായിട്ട്, ഒരുപക്ഷെ ശരത് പവാറിനെ വേണമെങ്കിൽ പറയാം ഉദാഹരണമായിട്ട്, അല്ല ഗഡ്കരിയെ പറയാം, ഏറ്റവും സമർത്ഥമായിട്ട് പൊളിറ്റിക്കൽ അധികാരം, രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കറപ്ഷൻ പ്രാക്ടീസ് ചെയ്ത് അവാർഡ് നേടിയ പാർട്ടിയാണ് പിണറായി വിജയൻ. അത് നമ്മുടെ കോവിഡ് കാലത്തിൻ്റെ പർച്ചേസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശൈലജ ടീച്ചർ മാത്രമായിരിക്കില്ല. അപ്പോൾ അവിടം തൊട്ട് എങ്ങനെ ഭരണകൂടത്തെ അല്ലെ തൻ്റെ സ്ഥാനങ്ങളെ, തൻ്റെ അധികാരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായും വ്യക്തമായും കേരളത്തിന് കാണിച്ചു തന്നാണ് ഇദ്ദേഹം. പക്ഷേ ആ കാലഘട്ടങ്ങളിലെല്ലാം, അത് കഴിഞ്ഞ ദിവസം വരെ എല്ലാ കുറ്റങ്ങളും മറ്റാരെങ്കിലും പിടിച്ചിട്ട് പിടലേക്ക് വെച്ചിട്ട് ഇവർക്ക് കൈയിഴാൻ, പിണറായി വിജയനും വീണയ്ക്കും കമലയ്ക്കും ഒക്കെ കൈയിഴാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവരിവരെല്ലാം കൈയൊഴിഞ്ഞു. ഈ ഇത്തരം പാർട്ടികളെ കൈയൊഴിഞ്ഞ് തങ്ങൾ സേഫാണ്, തങ്ങളുടെ കൈകളിൽ യാതൊരു ഇതുമില്ല എന്ന്, യാതൊരു ഉളുപ്പുമില്ല നിയമസഭയിൽ വരെ പറയാൻ പിണറായി വിജയന് സാധിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്, ഇന്നലെ വരെ പിണറായി വിജയൻ്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും, ആ വാക്ക് കൊള്ളരുതായ്മ എന്നൊന്നും പറഞ്ഞാൽ പോരാ, കൂട്ടുനിന്ന പാർട്ടി പതുക്കെ പിണറായി വിജയൻ എന്താണോ മറ്റുള്ളവരോട് ചെയ്ത് അത് പാർട്ടി ഇപ്പോൾ പിണറായി വിജയനോട് ചെയ്യുന്നുണ്ടോ, കൈയൊഴിഞ്ഞ് പിണറായി വിജയനെയും കുടുംബത്തെ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് മാറ്റി നിർത്താനുള്ള ശ്രമമാണോ എനിക്ക് സംശയമുണ്ട്. ഇത് നേരത്തെ പൊതുജനം സംശയിച്ചിരുന്നത് വീണ വിജയനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ കളിച്ച കളിയിലാണ് മാസപ്പടി വിഭാഗത്തിലൂടെ എല്ലാം നമ്മൾ പുറത്തു വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ശ്രീ നന്ദകുമാർ സാർ തന്നെ പുറത്തുവിട്ട ചില രേഖകൾ പ്രകാരം ഏതാണ്ട് 1,00,000 കോടി രൂപയുടെ ആസ്തി പിണറായി വിജയനും കുടുംബത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ, പരിശോധിക്കപ്പെടട്ടെ. എന്നാൽ ഇവിടെ വീണ വിജയനെ മറയാക്കി പിണറായി വിജയൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്നുള്ള ഒരു ധാരണയ്ക്ക് വിപരീതമായി ഇപ്പോൾ അമ്മായച്ചൻ എന്ന മുഖ്യമന്ത്രിയെ മറയാക്കി മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതായി തന്നെയാണ് EDയുടെ ഇത്തരം വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. അതായത് ഭരണപക്ഷത്തിരിക്കുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ ചില കൂട്ടുകാരും ചില സിൽബന്ദികളും ചേർന്ന് നടത്തിയ ക്രമക്കേടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ED പുറത്തുവിട്ടിരിക്കുന്നത്.
അക്ഷരാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിനെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതിലുപരി CPM-ന്റെ മന്ത്രിയായിരുന്നു, CPM-ന്റെ മുഖ്യമന്ത്രിയുടെ മരുമകനായിരുന്നു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് റിയാസ് എന്ന രീതിയിൽ ഇതിൽ CPM-നും മറുപടി പറയാൻ പറ്റാത്ത വിറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയല്ലേ കാണാൻ കഴിയുന്നത്? അല്ല, CPM ഭംഗിയായിട്ട് തള്ളിപ്പറയും. ഇപ്പോൾ PCC എവിടെയാണ്? പാർട്ടിയുടെ എല്ലാമായിരുന്നു, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ PCC ഇപ്പോൾ എവിടെയാണ്? കേൾക്കുന്നുണ്ട്. ഇപ്പോൾ PCCയെ പറ്റി താങ്കൾ ഒരു മാധ്യമത്തിൽ വാർത്ത കണ്ട എത്ര നാളായി? അതെ, എന്താ എങ്ങനെ സംഭവിച്ചു? വിവരങ്ങളൊന്നുമില്ല, തമസ്കരിക്കപ്പെട്ടു. PCCയേക്കാൾ സ്വാധീനം റിയാസിൻ്റെ പാർട്ടിയിൽ ഇല്ല. PCC ഒക്കെ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കാൻ കൂടി, റിയാസിൻ്റെ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കാൻ കൂടിയവരിൽ പ്രധാനപ്പെട്ട ഒരാൾ PCC ഇപ്പോൾ ഉള്ള ബ്രിട്ടാസൊക്കെയാണ്, കോക്കസ് ആയിരുന്നു. പക്ഷേ ഇവർ ഇനിയിപ്പോൾ ഇവരുടെ സഹായത്തിനില്ല. ആരാണ് റിയാസിനെ സഹായിക്കാൻ പാർട്ടിക്കകത്തുള്ളത്? MP ഗോവിന്ദനുണ്ട്. MP ഗോവിന്ദൻ ഒരിക്കലും ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് പിണറായി വിജയനെ സഹായിക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും കാരണത്താൽ പിണറായി വിജയൻ എന്ന് മാറിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് എങ്ങനെയെങ്കിലും കടന്നു വരാമെന്നുള്ള നേരിയ പ്രതീക്ഷ ഇപ്പോഴും MAവിലല്ല MP ഗോവിന്ദനിൽ അവശേഷിക്കുന്നുണ്ട്. അല്ല, ഇവർ ഇപ്പോഴും MP ഗോവിന്ദൻ പറയുന്നത് ഈ പാർട്ടിയെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, ഈ CPM എന്ന പാർട്ടിയിൽ പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസും അല്ലാതെ മറ്റ് നേതാക്കൾ ആരുമില്ലേ? അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പാർട്ടിയെ തകർക്കണമെന്നുണ്ടെങ്കിൽ CPM-ൽ മറ്റു പല നേതാക്കന്മാരും ഉണ്ടല്ലോ. അവരുടെ എന്തിനാ ഇപ്പം ഈ രാജ്യസഭാംഗമായ ലോക്സഭാംഗമായ നമ്മുടെ ജോൺ ബ്രിട്ടാസിന് അടക്കമുള്ള ആളുകളിലേക്കൊന്നും മീഡിയ അന്വേഷണമായി ചെല്ലാത്തത് എന്താണ് അങ്ങനെയെങ്കിൽ? അല്ല, അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇത് അബ്സൈഡിറ്റി അല്ലേ പറഞ്ഞത്. യാതൊരു കാരണവശാലും CPM-നെ തകർത്തിട്ട് ഇനി മോഡിക്കൊന്നും കിട്ടാനില്ല. അത് വേറെ ചത്ത് കിടക്കുന്ന നീർക്കോലിപ്പാമയത്തല്ല മോഡി വാശി കാണിക്കില്ല. അത് വേറെ കാര്യം. ഇപ്പം അങ്ങനെയാണ് എന്ന് തന്നെ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അധികാരമില്ലാത്ത പിണറായി വിജയനെയോ അധികാരമില്ലാത്ത മുഹമ്മദ് റിയാസിനെയോ കേസിൽ കുടുക്കിയിട്ട് CPM-നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ BJP എന്ന് പറഞ്ഞ സർക്കാർ, BJP എന്ന് പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾക്ക് എന്താണ് അതിലൂടെ നേട്ടം? അപ്പോൾ അത് ആ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് BJP ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന നിലപാട്, ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലിയുമായി മുമ്പോട്ട് പോട്ടെ. അതിൻ്റെ കണ്ടെത്തലുകൾ വന്ന അവസാനം വിചാരണ കേസൊക്കെ വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ എന്നുള്ളതാണ്. അതുവരെ മുഴുവൻ ഉള്ളി തൊലിക്കുന്ന പോലെ എല്ലാം തൊലിച്ച് കൊണ്ടുവന്ന് പിണറായി വിജയനെ പൂർണ്ണ നഗ്നനായിട്ട് നടുമധ്യത്തിൽ നിർത്താനുള്ള എല്ലാ തെളിവുകളായി കഴിയുമ്പോൾ മാത്രമേ BJP-യുടെ ഭാഗത്ത് നിന്ന് ഒരു കൊണ്ടാവുള്ളൂ. അല്ല, ഇപ്പം നമ്മൾ ഒരുമിച്ച് ഇതിനെ നേരിടും എന്ന് പിണറായി വിജയൻ CPM-ന്റെ തോളിൽ കൈയിട്ട് പിടിച്ച് നിങ്ങളും ഈ കേസിലേക്ക് എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി ഇരുത്തി. പക്ഷേ ഇപ്പം അവരാരും ഇല്ല. അവർ 90% ആളുകൾ ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്ന് പറയുമ്പോൾ MP ഗോവിന്ദൻ പേരിനൊരു വെടിപൊട്ടിച്ചു എന്നല്ലാതെ, അത് സ്വാഭാവികമായിട്ടും MP ഗോവിന്ദൻ്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ പറഞ്ഞു എന്നല്ലാണ്ട് അതൊരു വലിയൊരു ഹാസ്യ കലാപ്രകടനം എന്ന രീതിയിൽ കേരളം അതിന് കൈയൊഴിഞ്ഞു എന്നല്ലാതെ മുഹമ്മദ് റിയാസിനെയോ വീണാ വിജയനെയോ പിണറായി വിജയനെയോ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ CPM-നകത്ത് നിന്നും ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. എനിക്ക് അത്ര ഓർമ്മയില്ലാത്തൊരു കഥയാണ്. താങ്കൾക്ക് നന്നായിട്ട് എന്നെക്കാൾ രാമായണം നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. വാൽമീകിയുടെ തൊഴിലാളി എന്തായിരുന്നു? അതെ, അദ്ദേഹം രത്നാകരൻ എന്ന് പറഞ്ഞൊരു കാട്ടാളനായിരുന്നു. കാട്ടാളൻ കൊള്ളക്കാരനായിരുന്നു. അപ്പോൾ അവസാനം ഒരു മഹർഷി ആ വഴിക്ക് വന്ന് ആ മഹർഷിയെ സപ്തർഷികൾ കൊല്ലാനായിട്ട് തീരുമാനിക്കുമ്പോൾ അവർ ഇദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൊല്ലാനായിട്ട് നിന്ന് തരാം. ഒരു കാര്യമുണ്ട്, താങ്കൾ ഈ ചെയ്യുന്ന കൊടിയ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ താങ്കളുടെ ഭാര്യയും മക്കളും തയ്യാറാകുമോ എന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അത് ഇദ്ദേഹം പോയി ചോദിക്കുന്നു. അവരാരും ഈ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ തയ്യാറല്ല. ഇനി പിണറായി വിജയൻ ഒരു ചോദ്യം ഇവരോട് ചോദിക്കാനുണ്ട്. കമലയോടും വീണയോടും വിവേകിനോടും ഒക്കെ ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ഈ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ഇവരാരും ഉണ്ടോ? അവസാനം വരുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പിണറായി വിജയനെ ഇവരെല്ലാം കൂടെ തള്ളിപ്പറയും. അപ്പോൾ വാൽമീകിയിൽ നിന്ന് അല്ലെങ്കിൽ രത്നാകരനിൽ നിന്ന് വാൽമീകിയായതുപോലെ പിണറായി വിജയനിൽ നിന്ന് മറ്റൊരു രാമായണം പ്രതീക്ഷിക്കാമോ? രാമായണമല്ല, വേറൊരു വാൽമീകിയെ പ്രതീക്ഷിക്കാം. തീർച്ചയായും. എന്താണ് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത കേസുകളുടെ വത്മീകം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റെന്നാണ്. അപ്പോൾ 100 കൂട്ടം കേസുകളുടെ വത്മീകത്തിൽ ഇപ്പോൾ തന്നെ പിണറായി വിജയനും കൂട്ടരും പെട്ടിരിക്കുന്നു. ഈ വത്മീകം പൊട്ടിച്ച് ഇവരെ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ വാൽമീകി എന്ന രീതിയിൽ ഒരു വിശുദ്ധനായി ഇനി പിണറായി വിജയനും മുഹമ്മദ് റിയാസിനൊന്നും പുറത്തു കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ മുഹമ്മദ് റിയാസും പിണറായി വിജയനും പെട്ടിരിക്കുന്നു. CPM ഇവരെ പ്രതിരോധിക്കാനോ ഈ കേസുമായി ബന്ധപ്പെട്ട് രക്ഷിക്കാനോ ഇല്ല എന്ന് കൃത്യമായ സൂചന തന്നെയാണ് CPM-ന്റെ ഈ മൗനത്തിൽ നിന്ന് ഉരുത്തിരിയുന്നത്. മുഹമ്മദ് റിയാസ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി അതുകൊണ്ട് തന്നെ ഇരുളടഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്രയും പ്രായമായി, ഇനി അദ്ദേഹത്തിനൊരു തിരിച്ചുവരവ് എന്തായാലും CPM എന്ന പാർട്ടിയിലില്ല, ഒരിക്കലും അധികാര രാഷ്ട്രീയത്തിലേക്കും വരാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നേടാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം നേടിക്കഴിഞ്ഞു. എന്നാൽ താരതമ്യേന ചെറുപ്പക്കാരനെന്ന് അവകാശപ്പെടുന്ന
അല്ലെങ്കിൽ അറിയപ്പെടുന്ന മുഹമ്മദ് റിയാസിന് ഈ ഒറ്റ കേസ് കൊണ്ട് തന്നെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലായിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഇനി രാജ്മോഹൻ സാർ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ഇരുളിൻ്റെ വത്മീകം പൊട്ടിച്ച് മറ്റൊരു സൂര്യോദയത്തിലേക്ക് മറ്റൊരു ഒരു വൈജ്ഞാനികനായ CPM സംബന്ധിച്ചിടത്തോളം ധിഷണാശാലിയായ അനുഭവ സമ്പത്ത് കൊണ്ട് പഠിച്ച പാഠം അതെ മറ്റൊരു നേതാവിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.